19ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് സാധാരണ നിലയിലുണ്ടാവുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഉത്കണ്ഠ ഇന്ത്യൻ ജനത ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വെച്ച് പുലർത്തുന്നുണ്ട്. BJPയെ താഴെ ഇറക്കിക്കൊണ്ടല്ലാതെ പാർലമെൻ്ററി ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറൽ സംവിധാനവും ഇന്നത്തെ ഇന്ത്യയുടെ പരിമിതിയുണ്ടെങ്കിലും ആ ഇന്ത്യയെ തന്നെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ദേശീയ രാഷ്ട്രീയം വളരെ ശ്രദ്ധയോടുകൂടി അവതരിപ്പിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ ഇന്ത്യ ഗവൺമെൻറ്റിനും അതിൻ്റെ നിലപാടുകൾക്കും ബദലായ ഒരു സംവിധാനം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഉള്ളത്. കേരളത്തിലുടനീളം കഴിഞ്ഞ 2 മാസക്കാലമായി അതിശക്തിയായ രീതിയിലുള്ള ഇലക്ഷൻ പ്രവർത്തനം ഒരു ഉത്സവം പോലെ ജനങ്ങൾ ഏറ്റെടുത്ത് വരികയും തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെച്ച രാഷ്ട്രീയ നിലപാടുകൾ കേരളത്തിനെതിരായി കേന്ദ്ര ഗവൺമെൻറ്റും UDFും സംയുക്തമായും ഒറ്റക്കൊറ്റക്കായും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിച്ച 18 MPമാരുടെ പ്രവർത്തനങ്ങൾ, രാജ്യത്തിൻ്റെ വികസനത്തെ തടയുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ പരാമർശങ്ങൾ എല്ലാം നല്ലപോലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ 20 നിയോജക മണ്ഡലങ്ങളിലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനമാണ്, രാഷ്ട്രീയ വിശദീകരണങ്ങളാണ് നടന്നിട്ടുള്ളത്. വൻപിച്ച വിജയം, സമീപകാലത്തൊന്നും കേരളം കൈവരിക്കാത്ത അത്ര ഉജ്ജ്വലമായ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നേടും. ആ നേട്ടത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ എല്ലാ ശ്രമങ്ങളെയും ജനങ്ങൾ ഫലപ്രദമായി രാഷ്ട്രീയ ഉത്ഭുതതയോടെ നേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. രാഷ്ട്രീയത്തിന് പകരം അശ്ലീലവും അതുപോലെ തന്നെ ബലപ്രയോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വോട്ട് സംഭരിക്കാനുള്ള ശ്രമങ്ങളുമെല്ലാം കേരളത്തിലെ ജനങ്ങൾ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ നിരാകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലുടനീളം കാണാൻ കഴിയുന്നതാണ്. തീർച്ചയായും കേരളം ഐതിഹാസികമായ നേട്ടം ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെയും കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ അനുകൂലവും ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിമാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അദാനിമാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടനാപരവും ഭരണപരവും വർഗപരവുമായ നിലപാടുകളെല്ലാം ജനങ്ങൾ നല്ലതുപോലെ തുറന്നു കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തിലുണ്ടാവാൻ പോകുന്ന ഈ വിജയം ഭാവി ഇന്ത്യയുടെ നിർണായകമായ ഘട്ടങ്ങളിൽ ഇടതിൻ്റെ ശബ്ദം രാജ്യത്താകെ ഉയർത്തുന്നതിന് ഫലപ്രദമായിട്ട് കഴിവുള്ള ശേഷിയുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖരായ നേതാക്കളെയാണ് കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ എന്ന രീതിയിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അവരാ രീതിയിലുള്ള ദൗത്യം ഏറ്റെടുത്ത് കേരളത്തിൻ്റെ ശബ്ദം കഴിഞ്ഞ 5 വർഷം കേരളവിരുദ്ധമായിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി കേരളത്തിൻ്റെ ശബ്ദം അതിശക്തമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന MPമാരാവാൻ പോകുന്ന നമ്മുടെ സ്ഥാനാർത്ഥികളാവും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇതിനടിസ്ഥാനപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർണായകമാണ്. മുഴുവൻ ആളുകളും വോട്ട് രേഖപ്പെടുത്താനുള്ള ആവേശത്തിലാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത്. ഞാനിപ്പോൾ ഇവിടെ മൊറാഴ സെൻട്രൽ UP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. എല്ലാവരും നല്ല ക്യൂ അവിടെയെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തിരഞ്ഞെടുപ്പ് ഉത്സവത്തിൽ എല്ലാവരും ജാഗ്രതയായി പങ്കെടുത്തുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ ആശംസകൾ നേരുകയാണ്.